ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ധോത്തികളും വണ്ടൂരിന് ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയമൊരുക്കുന്നു. സ്റ്റിച്ച് യുവർ സ്റ്റൈൽ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. മാസം തോറും 1000 രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം. മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് 12,000 രൂപയുടെ സ്വർണം സ്വന്തമാക്കാം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. തിരുവാലിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന രോഗി മരിച്ചതിനെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനായി ആരോഗ്യ ജനകീയ സമിതി യോഗം ചേർന്നു. പഞ്ചായത്തിലെ പൊതുകുളങ്ങൾ, തോടുകൾ എന്നിവയിൽ കുളിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി. രോഗം റിപ്പോർട്ട് ചെയ്ത പ്രദേശത്തെ 5 വെള്ള സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചു. ശോഭനയുടേതടക്കമുള്ള 15 കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന കിണറിലെ വെള്ളം, ഇവർ ജോലി ചെയ്തിരുന്ന തിരുവാലിയിലെ പഴച്ചാർ നിർമ്മാണ കമ്പനിയിലെ വെള്ളം എന്നിവ അടക്കമുള്ള സാമ്പിളുകളാണ് പരിശോധനയ്ക്കായി ശേഖരിച്ചത്. ആരോഗ്യ ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, ആശാപ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. രോഗം കൂടുതൽ പേരെ ബാധിക്കാതിരിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തണമെന്ന് ആരോഗ്യവകുപ്പിനോട് നിർദ്ദേശിച്ചതായി AP അനിൽകുമാർ MLA പറഞ്ഞു. വണ്ടൂർ നിയോജകമണ്ഡലത്തിൽ 2 കേസുകളാണ് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നത്. അത് 2 പേരും ഹോസ്പിറ്റലൈസ് ചെയ്തെങ്കിലും ഒരു രോഗി മരിച്ച സാഹചര്യം ഉണ്ടായി. ഒരാൾ റിക്കവറി ചെയ്തു എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. പക്ഷേ ഈ 2 കേസാണെങ്കിൽ പോലും വളരെ ഗൗരവതരമായിട്ട് തന്നെ ഇത് കാണണം. കാരണം കേരളത്തിൽ മുഴുവൻ ഇന്ന് ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ വണ്ടൂരിലും ഇതുപോലെ 2 കേസുകൾ റിപ്പോർട്ട് ചെയ്തു എന്നുള്ള ഗൗരവതരമായ കാര്യമാണ്. ഇത് വെള്ളത്തിലൂടെയാണ് പകരുന്നത്. വെള്ളത്തിലൂടെ പകരുക എന്ന് പറയുമ്പോൾ വെള്ളം കുടിക്കുന്നതിനേക്കാൾ കൂടുതൽ കുളിക്കുമ്പോഴും മറ്റുമാണ്, കുളത്തിൽ നിന്നും പുഴയിൽ നിന്നൊക്കെയാണ് ഇത് പകരുന്നത് എന്നാണ് പറയുന്നത്. അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി പറയേണ്ടത് ആരോഗ്യ വകുപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ DMOയുമായി ബന്ധപ്പെട്ട് ഇക്കാര്യം സംസാരിച്ചിരുന്നു. വളരെ അടിയന്തരമായി തന്നെ മീറ്റിംഗ് വിളിച്ചു ചേർക്കാമെന്ന് DMO പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ് വിളിച്ചു ചേർത്തുകൊണ്ട് ഇത് കൂടുതൽ ആളുകളിലേക്ക് പോകാതിരിക്കാൻ, ഇത് എവിടെയാണോ, ഇത് കുളത്തിൽ നിന്നാണോ കിണറിൽ നിന്നാണോ, അത് ഏത് കിണറിൽ നിന്നാണ് ഈ രോഗികൾ ഇതുമായി ബന്ധപ്പെട്ട് എവിടെയാണ് കുളിക്കുമ്പോഴാണ് ഇത് പകർന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ആരോഗ്യവകുപ്പ് അന്വേഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കൂടുതൽ പേരിലേക്ക് ഇത് പോകാതെ ഇത് ഒറ്റപ്പെട്ടതാക്കി നിർത്താനുള്ള ശ്രമം ഉണ്ടാകണമെന്ന് ആരോഗ്യവകുപ്പിനോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അവർ നടപടിക്രമങ്ങൾ എടുക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പഞ്ചായത്തിലെ മുഴുവൻ കിണറുകളും വരുന്ന 2 ദിവസങ്ങളിൽ ക്ലോറിനേറ്റ് ചെയ്യുമെന്നും പഞ്ചായത്തിലെ പൊതുകുളങ്ങൾക്ക് സമീപം മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് K. രാമൻകുട്ടി പറഞ്ഞു. തിരുവാലി പഞ്ചായത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം മൂലം ഒരു ഗൃഹനാഥ മരണപ്പെട്ട സാഹചര്യത്തിൽ വളരെ അടിയന്തരമായി ഇന്ന് തന്നെ ആശാവർക്കർമാർ, അംഗനവാടി ടീച്ചർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകളെ വിളിച്ചു ചേർത്തുകൊണ്ട് വിപുലമായ യോഗം ചേർന്നു. ആ യോഗത്തിൽ നാളെ എല്ലാ 16 വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റികളും വിപുലമായ തോതിൽ വളണ്ടിയർമാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചു. രോഗ കാരണം എവിടെ നിന്നാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രദേശത്തെ 5ഓളം കുടിവെള്ള സ്രോതസ്സുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. പരിശോധനാ ഫലം വരുന്നവരെ കാത്തിരിക്കാതെ തന്നെ 10-11 തീയതികളിലായിട്ട് പഞ്ചായത്തിലെ മുഴുവൻ ജലസ്രോതസ്സുകളും കുടിവെള്ള സ്രോതസ്സുകളും ക്ലോറിനേഷൻ നടത്തുന്നതിന് വേണ്ടി തീരുമാനമെടുത്തു. അതിനാവശ്യമായിട്ടുള്ള ബ്ലീച്ചിങ് പൗഡർ വരുത്തി നാളെ ചേരുന്ന വാർഡ് സാനിറ്റേഷൻ യോഗത്തിൽ വെച്ചുകൊണ്ട് തന്നെ സ്ക്വാഡുകൾ രൂപീകരിച്ച് 10-11 തീയതികളിൽ ക്ലോറിനേഷൻ നടക്കും. അതുപോലെ തന്നെ പൊതുകുളങ്ങൾ, കുളിക്കാൻ ഉപയോഗിക്കുന്ന പൊതുകുളങ്ങളിൽ ഈ രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു മുന്നറിയിപ്പ് വരുന്നവരെ കുളങ്ങളിൽ കുളിക്കുന്നതും നീന്തുന്നതും കളിക്കുന്നതും എല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ ഇന്ന് തന്നെ വെക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ആരോഗ്യ ഉദ്യോഗസ്ഥരെ അറിയിക്കണമെന്ന് ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. ഹയ മംഗല്യോത്സവ് 2025 2.5% മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എളങ്കൂർ. കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ്. ബീഫ് സുർബിയാൻ, മട്ടൺ ചാപ്സ്, ബീഫ് പള്ളിക്കറി, ഫിഷ് കറി, മീൽസ്, ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും. ബ്രീസ് റെസ്റ്റോറന്റ്, കാളികാവ് റോഡ്, വണ്ടൂർ.